ഗൈസ് നമ്മളെവിടെ പോവാ? ടാറ്റുവിന് സർപ്രൈസ് കൊടുക്കാൻ. ആ സൈഡിൽ കൂടി വാ. സൈഡിൽ പോ. ചേട്ടൻ്റെ അടുത്ത് പോ. പതുക്കെ പോ. നമ്മൾ കരോട്ടേക്കുള്ള വഴിയിലാണ് ഗൈസ്. വാ ഇങ്ങോട്ട് വാ. ചേട്ടാ കുഞ്ഞിനെ കൂടി പിടിച്ചോണ്ട് പോ. ഇങ്ങോട്ട് വാ. ചേട്ടൻ്റെ കൈ പിടിക്കേ. ചേട്ടാ കൊച്ചിനെ കൈ പിടിച്ച് നടത്തിക്കാടാ. എടാ കൊച്ചിനെ കൈ പിടിച്ചേടാ. ചേട്ടനെ കൊച്ചിനെ കൈക്ക് പിടിച്ച് പോ. ചേട്ടനെ കൊച്ചിനെ കൈക്ക് പിടിച്ച് പോകാൻ. ഓട്ടോ വരുന്നേ. സൈഡിലോട്ട് മാറേ. വാ ഇങ്ങോട്ട് വാ. റെയിനു അടുത്ത വണ്ടി. റെയിനു കാറ് അങ്ങോട്ട് നോക്ക്. സൈഡിൽ പോ. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ റെയിനൊന്നും അറിയത്തില്ല. നമ്മളെവിടെ പോവാ? കൂടി കിടക്കുന്നു. ഈ സൈഡിൽ കൂടി വാ റെയിനു. നീ നടുക്കൂടി പോകുന്നുണ്ടോ? കൊച്ചിൻ നടുക്കൂടി പോകുന്നു. സൈഡിൽ കൂടി പോ റെയിനു. സൈഡിൽ കൂടി പോ റെയിനു. ദേ ബൈക്ക് വരുന്ന റെയിനു. ബൈക്ക് സൈഡ് പോ. ഗൈസ് ഇപ്പം അമ്മ കുഞ്ഞുമണിയെ എടുത്തു. ഭയങ്കര ഇരുട്ടുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ കണ്ട റബ്ബർത്തോട്ടമാണ് ഗൈസ്. ഇവിടെ ഇരുട്ടുണ്ട്. കുഞ്ഞുമണിക്ക് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 100 നിറങ്ങാണ്. എവിടെ പോവാണ് നമ്മൾ? എവിടെ പോവാ? നമ്മളെവിടെ പോവാ? ആരെ കാണാൻ പോവാ? ആരെ കാണാൻ പോവാ? ടാറ്റുവിനെയാണോ? ടാറ്റുവിനെ വിളിച്ചേ. ടാറ്റുവേന്ന് വിളിച്ചേ. ഞങ്ങൾ വരുവാ പറഞ്ഞു. ഞങ്ങൾ വരുവാ. മിസ്മി ആൻറ്റിയെ വിളിച്ചേ. മിസ്മി ആൻറ്റിന്ന് വിളിച്ചേ. തങ്കാമ്മയെ വിളിച്ചേ. തങ്കാമ്മേ. ഓ കൊച്ചു വാ. അമ്മയെ നിൽക്കാവോ? ഇങ്ങോട്ട് ചേട്ടാ വന്നോ. സ്തോത്രം. ചേട്ടൻ പുറകിലായിരുന്നു. ചേട്ടന് ഗൈസ് കൊച്ചിൻ്റെ കാലുവേനെല്ലാം മാറി. കൊച്ചിനെ പറ. ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തു ഗൈസ്. എത്ര വയസ്സിലെ ഇഞ്ചക്ഷനാ? 5 വയസ്സിൻ്റെ. ഇന്നലെ കൊച്ചിന് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൊച്ചിന് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി എന്നാണ് കൊച്ചു പറയുന്നത് അല്ലേ? ഇപ്പോൾ ഇച്ചിരി അമ്മ കുഞ്ഞുമണിയെ എടുക്കട്ടെ. ഞാനും നിൽക്കേ പൊക്കത്ത് കയറല്ലേ. കുഞ്ഞുമണിയെ എടുക്കട്ടെ. ഗൈസ് ഇവിടെ അങ്ങോട്ട് ഭയങ്കര കയറ്റാണ്. അപ്പോൾ നമ്മുടെ റെയിന് പേടിയാണ്. ഇവിടെ കയറ്റം കയറാൻ റെയിന് പേടിയാണ്. റെയിന് പതിയെ കയറുന്നേ ഉള്ളൂ. ഞാൻ അണയ്ക്കുന്നു. പറഞ്ഞില്ലേ ഗൈസ്, ഒരു ചെറിയൊരു കയറ്റാണ്. പണ്ട് ഇതൊക്കെ നമ്മൾ ഈസിയായിട്ട് ഓടിക്കയറുമായിരുന്നു. ഓടിക്കയറുമല്ല, ഈ ഇവിടെ നിന്ന് വെള്ളമായിട്ട് ചുമന്ന് ഞങ്ങൾ ഇതിൻ്റെ അങ്ങാണ് നമ്മുടെ വീടിന് അങ്ങോട്ട് പോകുമായിരുന്നു. 2 പാത്രത്തിലൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഗൈസ്. ബട്ട് ഇപ്പം പറ്റൂല. പ്രായമായിരിക്കും. ഞാൻ അവനെ എടുത്താണേ. പക്ഷെ അവൻ എൻ്റെ കയ്യിൽ 100 ഇറങ്ങിപ്പോയി. അവന് നടക്കട്ടെ. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഞാൻ കയറ്റിക്കുന്നുണ്ടല്ലേ ഗൈസ്. കയറ്റം കയറിയാനാണേ. നന്നായിട്ട് കയറി. ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. എവിടെയോ ഒരു പൂച്ചക്കുഞ്ഞ്. ഇന്നലെ അത് തോട്ടത്തിൽ
ഇവിടെ വീട്ടിൽ വന്നപ്പോൾ വഴിയൊരു പൂച്ച ഉണ്ടായിരുന്നു. ബാ പോ, പൂച്ച കരയുന്നു. ആ ഇന്നലെ ആ താഴെ ഒച്ച കേൾക്കായിരുന്നു. അയ്യോ ആ താഴെ ആ പുല്ലിൻ്റെ അടുത്താണ്ട് ഒച്ച കേട്ടായിരുന്നു ഇന്നലെ കരച്ചിൽ. ബാ ബാ നമുക്ക് പോ, കൈ പിടിക്ക്. ആ രണ്ടുണ്ട്, രണ്ടൊന്ന് പൂച്ചക്കുഞ്ഞുങ്ങൾ അവിടെ ഇട്ടെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കൊച്ചി നടക്കാന് വേണ്ടി അവനെ കൈ പിടിച്ചോണ്ട് നടക്ക്. അവിടെ കുറച്ച് കാട് പോലുണ്ട്, പുല്ലൊക്കെ കൂടി. അപ്പം അവിടെ ഒരു കാട് പോലുണ്ട് ഗൈസ്. ആരോ കൊണ്ട് അവിടെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഇട്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നേ. ഇന്നലെ ഇവിടെ വന്നപ്പോഴും ആ സൗണ്ട്, അവിടെ പൂച്ചയുടെ സൗണ്ട് കേട്ടായിരുന്നേ. ഞാൻ പറയുകയും ചെയ്തു കുഞ്ഞു പൂച്ചക്കുഞ്ഞാണല്ലോ കരയുന്നത്. അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ വണ്ടിയുടെ അടുത്ത് വന്ന് കയറിയും തോന്നുന്നു. അവിടെ ഒരു ഓട്ടോ അവരുടെ കിടപ്പുണ്ട്, അതിൽ വന്ന് കയറി ചേട്ടൻ അവിടെ നിന്ന് പൂച്ചയെ നോക്കുമ്പോൾ നമ്മുടെ രൂപേൻ്റെ ഭർത്താവിനെയാണ് നിങ്ങൾ കണ്ടത്. രൂപേൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം പൂച്ചയ്ക്കും ചന്ദ്രൻ ചേട്ടനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ അട്ട ഇവിടെ ശരി. ഇപ്പം ഇപ്പം പറയടാ, അവിടെ നിൽക്ക ഉണ്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കളിയൊക്കെ. ഇങ്ങോട്ടൊക്കെ ഭയങ്കര വഴികളൊക്കെയാണ് ഗൈസ്.